ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് ഒരു 3 മാർക്ക് കിട്ടിയാലോ? നോക്കാം. യെസ്, ഐഡന്റിഫൈ ദ പാർട്സ് എ ബി സി ആൻഡ് റൈറ്റ് ദെയർ ഫങ്ഷൻസ്. തന്നിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രം ആണ്. ഈ ഒരു ഡയഗ്രത്തിൽ 3 കാര്യങ്ങൾ എ ബി ആൻഡ് സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എ ബി സി മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ലേബിൾ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പിക്ചറിലേക്ക് നോക്കുമ്പോൾ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഇസ് ഗ്രാന. ഓക്കെ, ഗ്രാനയാണ് അവിടെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബിയും സിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി മാർക്ക് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് സ്ട്രോമ ലാമെല്ലയാണ്. സ്ട്രോമ ലാമെല്ലയാണ് ബി മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് സി എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ഓക്കെ, സ്ട്രോമ. ഈ 3 പാർട്സ് ആണ് ഇതിന് എപ്പോഴും ലേബിൾ ചെയ്യാൻ ചോദിക്കുന്നത്. ഇപ്രാവശ്യം ലേബിൾ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാനയുടെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചോളാം. ഇത് ദ സൈറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ, ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നു. ഇനി സ്ട്രോമയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു. ഇനി സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത് അഡ്ജസന്റ് അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് സ്ട്രോമ ലാമെല്ല. ആൻഡ് ഈ 2 ഗ്രാനകളെ കണക്ട് ചെയ്തുകൊണ്ട് ഫോട്ടോസിന്തസിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് സ്ട്രോമ ലാമെല്ലയുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പോ 3 മാർക്ക് ഫ്രം ക്ലോറോപ്ലാസ്റ്റ്.